An object of height 5 cm in length is held 25 cm away from a converging lens of focal length 10 cm. Draw the ray diagram and find its position, size and nature of the image formed. അപ്പോൾ ഇവിടെ an object of length 5 cm. ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് 5 cm എന്ന് പറഞ്ഞാൽ h ആണ് 5 cm. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 5 cm. അപ്പോൾ ആദ്യം ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത് അത് നമ്മൾ എടുത്തെഴുതണം. അപ്പോൾ ഗിവൺ എന്തൊക്കെയാണ് ഗിവൺ? h ഈസ് ഈക്വൽ ടു 5 cm ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഈസ് ഹെൽഡ് 25 cm എവേ ഫ്രം എ കൺവേർജിങ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 cm. അപ്പോൾ കൺവേർജിങ് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺവേർജിങ് ലെൻസ് മീൻസ് അത് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ നിന്ന് 25 cm അകലെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലെൻസ് ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ഇടത് ഭാഗത്താണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു -25 cm എന്ന് നമ്മൾ എഴുതണം. കാരണം ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും നടത്തുന്നത്. റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളൊക്കെ പോസിറ്റീവും ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളൊക്കെ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ യു -25 cm എന്ന് നമ്മൾ എടുക്കണം. ഈ നെഗറ്റീവ് സൈൻ നമ്മൾ ചേർക്കാൻ മറന്നു പോയാൽ പ്രോബ്ലം ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ വേയിൽ ചെയ്താലും ആൻസർ തെറ്റും. ഇവിടെ വെച്ച് തന്നെ മാർക്ക് നമുക്ക് ലോസ് ആവും. ഓക്കെ, ഇനി കൺവേർജിങ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് നമുക്കറിയാം പാരലൽ ലൈറ്റ് റേസ് റൈറ്റ് സൈഡിലാണ് കൺവേർജ് ചെയ്യുക. അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവായിരിക്കും. എഫ് ഈസ് ഈക്വൽ ടു 10 cm. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. ഈ പർട്ടിക്കുലർ കേസിൽ റേ ഡയഗ്രാം വരയ്ക്കുക. ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ, എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇമേജ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വി ഹാവ് ടു ഫൈൻഡ് വി. ഇനി സൈസ് ഓഫ് ദ ഇമേജ്, അതായത് h ഡാഷ് എത്രയാണ് സൈസ് ഓഫ് ദ ഇമേജ്, ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് ഫോംഡ്, ഇമേജിൻ്റെ നേച്ചർ എന്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യു നമുക്കറിയാം, എഫ് അറിയാം, വി കണ്ടുപിടിക്കണം. അപ്പോൾ യു എഫ് ആൻഡ് വി കണക്ട് ചെയ്യുന്നത് ലെൻസ് ഫോർമുലയാണ്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്കിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ വി ഇവിടെ തന്നെ വെച്ച് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 1/f മൈനസ് 1/u എന്നുള്ളത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/v. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം മാത്രം ഒരു സൈഡിലുണ്ട്, ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു, അല്ലേ? ഇതിനെ നമുക്കൊന്ന് മാറ്റി ഇങ്ങനെ എഴുതാൻ. ശരിക്ക് 1/f ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ഇതിൽ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. ഇത് ട്രാൻസ്പോസ് ചെയ്ത് എടുത്തെഴുതുമ്പം ബുദ്ധിമുട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u എന്ന് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് എത്രയാണ്? 10 ആണ്. അപ്പോൾ 1/10 പ്ലസ് 1/-25 ആണ്. 1/-25. ദിസ് ഈസ് ഈക്വൽ ടു 1/10 മൈനസ് 1/25. ഈ നെഗറ്റീവിനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 1/10 മൈനസ് 1/25 എന്ന് നമ്മൾ എഴുതണം. ഇനി നമ്മളിത് സാധാരണ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 25-ൻ്റെയും 10-ൻ്റെയും LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു എളുപ്പ വഴിയും കൂടി ഉണ്ട് LCM കണ്ടുപിടിക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ 25-ൻ്റെയും 10-ൻ്റെയും LCM കാണുമ്പോൾ 25 എന്തായാലും LCM ആയി വരില്ല. 25-ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 50 ആയിരിക്കും LCM. ഓക്കെ, അപ്പോൾ 10 50 ആവാൻ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 25 50 ആവാൻ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 25 50 ആവാൻ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3/50 എന്ന് കിട്ടും. ഓക്കെ, ഇനി 1/v ആണ് നമുക്ക് 3/50 ആയിട്ട് കിട്ടിയത്. അപ്പോൾ v എത്രയായിരിക്കും? ഇതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കൽ
50/3 ആയിരിക്കും. 50/3. ഇനി നിങ്ങൾക്ക് എക്സാം ടൈമിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെസിമൽ വാല്യൂയും കൂടി കണ്ടുപിടിച്ച് വെക്കുക. ഓൺ ദ സ്പോട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണമെന്നില്ല. ഇതിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് 16.66 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ വി. അപ്പോൾ നമ്മൾ വി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ഡാഷ് ആണ്. അപ്പോൾ എച്ച് ഡാഷ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. അപ്പോൾ എച്ച് ഡാഷ് കണ്ടുപിടിക്കാൻ എച്ച് ഡാഷ് വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഉണ്ട്, എച്ച് ഡാഷ് ബൈ എച്ച് എന്നുള്ള ഇക്വേഷൻ. അതുകൂടാതെ വേറെയും ഒരു ഇക്വേഷൻ ഉണ്ട്, എം ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ വി ഉണ്ട്, യു ഉണ്ട്, എച്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എച്ച് ഡാഷ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ എങ്ങനെയുള്ളത്? എച്ച് ഡാഷ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ യു. മിക്കവാറും നമ്മൾ മിററിൻ്റെയും ലെൻസിൻ്റെയും കേസിൽ ഇക്വേഷൻ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എച്ച് ഡാഷ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ എച്ചിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇതിവിടെ ഇപ്പോൾ ഡിവിഷനായിട്ടാണുള്ളത് അല്ലേ, എച്ച് ഡാഷ് ബൈ എച്ച് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം ഇത് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അപ്പോൾ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വി ബൈ യു എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 5 സെൻറ്റിമീറ്റർ ആണ്. എച്ചിൻ്റെ വാല്യൂ നമ്മൾ +5 ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഒബ്ജക്റ്റ് എപ്പോഴും നമ്മളിങ്ങനെ കുത്തനെ ആയിരിക്കും വെക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും എച്ച് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കായിരിക്കും നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത്. അപ്പോൾ യു എപ്പോഴും നെഗറ്റീവും ആയിരിക്കും ഏതിൻ്റെ കേസിലാണെങ്കിലും. അപ്പോൾ 5 ഇൻറ്റു വാട്ട് ഈസ് വി നമ്മൾ കണ്ടുപിടിച്ചു 16.66 ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രാക്ഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചിലപ്പോൾ എവിടെയെങ്കിലും ക്യാൻസലായി പോയാലോ. അപ്പോൾ വി whole divided by u. Where is our u? u is -25. വിത്ത് സൈൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. സൈനും വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 5 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 3 അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ -25 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ -25 ആണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ -25/1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രാക്ഷനാണ്, താഴെയും ഫ്രാക്ഷനാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/-25 എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ മൈനസ് നമുക്ക് മേലെ ഇടാനും പറ്റുമല്ലോ. കണ്ടോ, ഞാൻ അതാ പറഞ്ഞത്, ഫ്രാക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ചിലപ്പോൾ ക്യാൻസലായി പോയാലോ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 5 × 2 10. ഇവിടെ ഒരു മൈനസും ഉണ്ട്. -10/3. ഇതാണെന്ത് നമ്മുടെ എച്ച് ഡാഷിൻ്റെ വാല്യൂ. എച്ച് ഡാഷിൻ്റെ വാല്യൂ -10/3 ആണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. യു വിൽ ഗെറ്റ് -3.33 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് എച്ച് ഡാഷിൻ്റെ വാല്യൂ. അപ്പോൾ നോക്കിയേ, എച്ച് ഡാഷ് നെഗറ്റീവാണ് കിട്ടിയത്. എച്ച് ഡാഷ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും, ഇങ്ങനെ തലകീഴായ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ഇമേജ്. താഴേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് ആണ് നെഗറ്റീവ്, അപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇനി എച്ചിൻ്റെ വാല്യൂ എത്രയുണ്ടായിരുന്നു? 5 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. 5 സെൻറ്റിമീറ്റർ ആയിരുന്നു എച്ച്. അതിപ്പോൾ ഏകദേശം 3 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് ഷോസ് ഇൻവേർട്ടഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എങ്ങനെയാണ്? ഒബ്ജക്റ്റിനേക്കാളും വലിപ്പം കുറഞ്ഞ ഇമേജാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ റേ ഡയഗ്രാം കൂടി വരയ്ക്കണം. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കാനുള്ള അതായത് ഓരോ സ്ഥലത്തും ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇമേജ് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വരച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കേണ്ടത്, എവിടെയാണ് ഇമേജ് കിട്ടുന്നത്, ഏത് കേസിലുള്ള ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. യു ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് വന്നത്? -25 സെൻറ്റിമീറ്റർ ആണ്. വി എത്ര വന്നിട്ടുണ്ട്? വി 16.66 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ എഫ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളൊരു കോൺവെക്സ് ലെൻസിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? എഫ് ഉണ്ട്, 2F ഉണ്ട്, ഇവിടെയാണെങ്കിലും എഫ് ഉണ്ട്,
2F ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു 2F കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 എന്നാണ് കിട്ടുക. 2F 20 ആണ്. അപ്പോൾ നോക്കിയേ, 2F 20 ആണ്, അതായത് ഇത്രയും ഡിസ്റ്റൻസ് 20 ആണ്. യു എത്രയുണ്ട്? 25 വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പിടികിട്ടി എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കേണ്ടത് എന്നുള്ളത്. അതായത് 2F 20 ആണ്, ഇത് 25 എന്ന് പറയുമ്പോൾ നമുക്ക് വെക്കേണ്ട സ്ഥലം എവിടെയാണ്? ബിയോണ്ട് 2F ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ഈ വാല്യൂ കമ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെക്കണമെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒബ്ജക്റ്റ് ഇവിടെ വെക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തറിയാം, എവിടെ ഇമേജ് കിട്ടുന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണ് കിട്ടുകയെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് വരയ്ക്കുമ്പം ബിയോണ്ട് 2F വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F നമുക്ക് ഇമേജ് കിട്ടും. പക്ഷെ ചില സമയത്ത് അഥവാ കിട്ടുന്നില്ല എങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട്, ടെൻഷൻ കൊണ്ടോ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാവണം എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ നമുക്ക് കിട്ടിയിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ കുറച്ചധികം ലെഫ്റ്റിലേക്കോ അങ്ങനെ മാറ്റി വരച്ച് ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കണം. ഓക്കെ.